ഹലോ, എസ് കെ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അടക്കാൻ പോകുന്നത് ചില്ലി കോളിഫ്ലവറാണ്. അമ്മച്ചാണ് അടക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അടുക്കളയിലോട്ട് പോവാം. സന്തോഷം. കോളിഫ്ലവർ കൊണ്ട് ഇന്ന് ഞങ്ങൾ വൈകുന്നേരത്തെ ഒരു 4 മണി പലഹാരമാണ് ഇണക്കാൻ പോകുന്നത്. കോളിഫ്ലവറിൻ്റെ ഒരു പലഹാരമാണ് ഇന്ന് ഇണക്കുന്നത്. അതെ, ഇതിൽ അണുക്കളൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഇത്തിരി വെള്ളത്തിൽ ഇട്ടാണ് തിളപ്പിച്ചെടുക്കണം. മഞ്ഞപ്പൊടി ഉപ്പും ചേർത്തൊക്കെയാണ് ഇത് തിളപ്പിക്കുന്നത്. ഇപ്പോൾ ആദ്യം നമ്മൾ അടത്തിയെടുക്കാം. ഇതിങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കണം. എന്നിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പും എല്ലാം വെള്ളത്തിൽ തിളപ്പിച്ച് നമ്മൾ ഒരു മയം തിളപ്പിച്ച് കോരണം. നമ്മളിത് ഈ വെള്ളത്തിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണിട്ട് ഒരു സ്പൂണ് ഉപ്പിട്ട് വേണം ഈ കോളിഫ്ലവർ തിളപ്പിച്ചെടുക്കാൻ, പുഴുങ്ങിയെടുക്കാൻ. അത് ഞങ്ങളിത് ഇടുകയാണ്. ഒരുപാട് വേഗരുത്. 1 കിലോ സാധനമുള്ളൂ, ഒരുപാടില്ല. 1 കിലോ സാധനമുള്ളൂ. അതൊന്ന് തിളപ്പിച്ച് കോരിയെടുക്കണം. ഇതിൽ അണുക്കളുള്ളത് കൊണ്ട് അതൊന്ന് കോരിയെടുക്കണം തിളപ്പിച്ച്. നമ്മുടെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പുമൊക്കെ ഇതേ പിടിക്കാനും ചെയ്യണം. ഇതിൽ അണുക്കളുള്ളത് പോകാനാണ് നമ്മളിത് അടപ്പത്ത് വെച്ച് ഇത് തിളപ്പിക്കുന്നത്. നമ്മളിത് ഈ അടപ്പത്ത് പുഴുങ്ങാൻ വെച്ചിരുന്ന കോളിഫ്ലവർ ഇത് ഇവിടെ കോരിയാണ് കേട്ടോ. ഇത് വെള്ളമൊന്നും ഇല്ലാതെ കോരിയെടുക്കണം. പുഴുങ്ങി വെച്ചിരിക്കുന്ന ഇത് കോളിഫ്ലവർ പൊരിക്കാൻ പോവുകയാണ്. അതിന് ആവശ്യമായ സാധനങ്ങളാണ് ഈ ഇരിക്കുന്നത്. അത് മുളക് പൊടി, കടലമാവ്, അരിപ്പൊടി, ഉപ്പ്, പിന്നെ പേസ്റ്റ്, അതായത് വെളുത്തുള്ളി, ഇഞ്ചി, ഒരു കോഴിമുട്ട. ഇത് പൊരിക്കാനുള്ള മസാല കൂട്ട് ചേർക്കാൻ പോവുകയാണ്. 3 സ്പൂണ് മുളക് പൊടി, കടലമാവ് ഒരു 150, 1 കിലോ സാധനമുള്ളു. 1 കിലോ ആണ് നമ്മൾ ഈ കോളിഫ്ലവർ എടുത്ത് വെച്ചിരിക്കണത്. അരിപ്പൊടി ഒരു 2 സ്പൂണ്, ഉപ്പ് ചേർത്തതാണ്, ലേശം ഉപ്പിട്ട് പുഴുങ്ങിയതാണ്, ലേശം ഉപ്പ് വേണ്ടി വരും. ഇച്ചിരി ഇടുന്നുള്ളൂ. എന്താണ് 1 സ്പൂൺ ഇട്ട് പുഴുങ്ങി വെച്ചിരിക്കുന്നതാണ്. പേസ്റ്റ്, വെളുത്തുള്ളി ഇഞ്ചി അരച്ചതാണ് ഇത് ഇടുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു മുട്ട പൊട്ടിച്ച് ചേർക്കുകയാണ്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാൻ പോവുകയാണ്. മിക്സ് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ നമ്മൾ ഈ പുഴുങ്ങി വെച്ചിരിക്കുന്നത് ഇതിൽ ചേർക്കുകയുള്ളൂ. മുക്കി പൊരിക്കുകയാണ്. അയഞ്ഞു പോയാൽ ശരിയാവില്ല. അതുകൊണ്ട് ഒരു കണക്കിന് ഒരു മീഡിയം അളവിൽ മാത്രമേ ഇത് ജോയിൻ്റാക്കി എടുക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെയാണ് പുരട്ടി വെച്ചിട്ട് മാത്രമേ എണ്ണടാത്തിട്ട് പൊരിക്കുകയുള്ളൂ.
ഇത്തിരി വലുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. പിള്ളേരൊക്കെ ഒരെണ്ണ പിടിച്ച് കടിച്ച് തിന്നത്തക്ക രീതി, കയ്യിൽ പിടിച്ച് തിന്നത്തക്ക രീതിയിലാണ് നമ്മൾ പൊരിക്കാൻ പോകുന്നത്. ഞങ്ങളിത് ഇത് പൊരിക്കാനുള്ള എണ്ണ ഒഴിക്കുകയാണ് കേട്ടോ. ഞങ്ങളിത് ഇത് പൊരിക്കാൻ പോവുകയാണ് കേട്ടോ. രണ്ടായിട്ടിടാം, കുറച്ച് ഇട്ട് പൊരിക്കാം. വെന്തിട്ടുണ്ടോ? ഒന്ന് മറിച്ച് വെച്ചില്ലെങ്കിലേ മറുവശം വേഗമില്ല. ഒന്ന് മറിച്ച് വെക്കുകയാണ് കേട്ടോ. നമ്മളിത് ഇത് കോരുകയാണ് കേട്ടോ. ഇത് നല്ലപോലെ മൂക്കാലേ കോരാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇത് ശരിയാകില്ല. ഇത് കോരണം, നന്നായിട്ട് മൂത്തിട്ട് വേണം ഇത് കോരാൻ. നമ്മളിത് വീഡിയോയിൽ ഇടാനുള്ളത് കൂടി ആയിട്ട് ഒരു കളർ കിട്ടാൻ വേണ്ടി ഒന്നുകൂടെ മൂപ്പിച്ചാണ് നമ്മൾ കോരുന്നത്. നമ്മുടെ വീട്ടിൽ ചെയ്ത് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. നമ്മൾ കടയിൽ നിന്ന് മേടിച്ചല്ലേ കഴിക്കണത്. നമുക്കിത് ഇത് വീട്ടിൽ ഇണക്കാവുന്ന കാര്യമുള്ളൂ, സിമ്പിളായിട്ട് ഇണക്കാവുന്ന കാര്യമുള്ളൂ. 1 കിലോ സാധനമാണ് ഞാൻ ഇണക്കിയത്. 4 മണി പലഹാരമായിട്ട് കൊടുക്കത്തക്ക രീതി നമ്മൾ ഇണക്കിയതാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ 4 മുളക് കൂടെ ഇട്ട് മൂപ്പിച്ച് ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു അലങ്കാരത്തിന് വെക്കുകയാണ് കേട്ടോ. സൂപ്പർ സാധനം കേട്ടോ.